ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടി. സദ്യയുടെ സൈഡ് വിഭവങ്ങൾ ഒന്നായ ബീട്രൂട്ട് പച്ചടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ബീട്രൂട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ബീട്രൂട്ട് വേവുന്ന സമയത്തിനുള്ളിൽ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഇഞ്ച് വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളം, ഇത് രണ്ടും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അരപ്പും ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയാകും. തേങ്ങയുടെ പച്ചച്ചുവ ഒന്ന് മാറിക്കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് ഉടച്ച മീഡിയം പുളിപ്പുള്ള 1 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിപ്പ് കൂടിയ തൈര് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് തൈരും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇത് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. കറി താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ 3 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.